ഇത് വളരെ നിഷ്ഠൂരമായൊരു കാര്യമായിപ്പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. കാരണം നമ്മുടെ സമൂഹത്തിലിപ്പോൾ വർദ്ധിച്ചു വരുന്ന നാർക്കോട്ടിക് അതിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് പലപ്പോഴും പോലീസിൻ്റെയൊക്കെ ചില ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കക്ഷിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ കക്ഷിയും അതാണ് അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലഹരി അത്രത്തോളം മനുഷ്യനെ ഇങ്ങനെ ക്രൂരന്മാരാക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സമൂഹത്തെ ലഹരി മരുന്നുകൾ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ സ്കൂളിലെ ചെറിയ കുട്ടികൾ വരെ ഈ പറയുന്ന ഋതു എന്ന് പറയുന്ന ആൾ സ്കൂൾ കാലഘട്ടം തുടങ്ങിയ ഇതിൻ്റെ ഇത് നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു അത് ഇനിയിപ്പോൾ ആശ്രയി കിടക്കുന്ന ആളുടെ സ്ഥിതിയെക്കുറിച്ചും തികച്ചും ആശങ്കാജനകമാണ്. അതും ആരോഗ്യത്തോടെ തിരിച്ചു വന്നില്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ ഭാവിയും അവരുടെ ജീവിതമൊക്കെ തന്നെ അങ്കലാപ്പിലാവുകയാണ്. വലിയ ഞെട്ടലാണ്. നമ്മുടെ ഗ്രാമത്തിലെ ഇങ്ങനൊരു സംഭവം നടക്കാമെന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക, നർക്കോട്ടിക് കലിപ്പ്. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന വികാരം.